ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ തീർത്ത് എങ്ങനെയാണ് ഞാൻ പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിയാക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ കുറച്ചൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോഴാണ് നമുക്ക് പണി പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയുക, എന്നെങ്കിലേ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലത്തേക്ക് പുട്ടും ചെറുപയറാണ് വിചാരിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ അതൊന്ന് കറിയാക്കി എടുക്കണം, എന്നിട്ട് വേണം പുട്ടിനുള്ള പരിപാടി നോക്കാൻ. അതിന് ഇടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കറിൻ്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കുകയാണ്. അതിലേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുളക് ഇട്ടിട്ടില്ല, കാരണം മുളക് കുക്കറിലാവുമ്പോൾ അത് ആകെ ഉടഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും എരിവ്. അങ്ങനെ പിന്നെ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടിയാണ് എടുത്തത്. അത് ഞാൻ ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉതിർത്താണ് ചെയ്യുക. കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുട്ടിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കണം. തേങ്ങ ഞാൻ അത് എന്താ പറയുക, മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. കാരണം എനിക്കിവിടെ ചിരവ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഇനി പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറി വറവിടാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഓർക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പിന്നെ കൂട്ടാൻ അതൊക്കെയാണ് ഇനി റെഡിയാക്കുക. അപ്പോൾ ഓർക്ക് ചോറ് വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ എനിക്കും കൂടിയും വെക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഉച്ചത്തേക്കുള്ളത് മാത്രമേ ഫസ്റ്റ് രാവിലെ വെക്കലുള്ളൂ, പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ വെക്കലാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നായിട്ട് വെച്ചാൽ ചിലപ്പം ഒരുപാട് വേസ്റ്റായി പോവും. അപ്പോൾ കുട്ടികൾ സ്കൂൾക്കും മിക്ക ഡ്യൂട്ടിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയാൽ ചില ദിവസങ്ങളിൽ വേസ്റ്റായി പോകും. അപ്പോൾ ഞാനിങ്ങനെ 2 നേരമായിട്ടാണ് വെക്കുക. അങ്ങനെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഞാനിന്ന് കൂട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് കൊടുക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ആയി വന്ന്. അപ്പം ഞാൻ ഓർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് ഓരോ സ്കൂളിൽ കൊണ്ടുവിടണം. അടുത്ത് തന്നെയാണ്, എനിക്ക് പോയി വരാനുള്ള ദൂരമുള്ളൂ. ഞാൻ തന്നെയാണ് കൊണ്ടുവിടൽ. അപ്പോൾ ഓരോ കൊണ്ടുവിട്ട് വന്നിട്ടാണ് ഞാൻ സാധാരണ ചായ കുടിക്കൽ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ രാവിലെ ഓല് പോകുന്നതിന് മുന്നേ ചായ കുടിക്കുമ്പം ഭയങ്കര ഹറി ബറി ആയിട്ടുള്ള പരിപാടികളായിരിക്കും. അപ്പം ധൃതിയിൽ കഴിക്കേണ്ടി വരും. അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കൊണ്ടാക്കി വന്ന് സമാധാനത്തിൽ റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് സാധാരണ ഞാൻ ചായ കുടിക്കൽ. അപ്പോൾ ഒരു വീട്ടമ്മയും അതിൻ്റെ കൂടെ തന്നെ ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് നമ്മുടെ സമയത്തിന് തന്നെയാണ് അല്ലേ. കാരണം മറ്റുള്ളവർക്ക്, അതായത് ഫാമിലി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും പഠനം മാത്രമായിട്ട് നിൽക്കുന്നവർക്ക് അവരുടെ PSC പഠനം എന്ന് പറയുന്നത് അത്ര സ്ട്രഗിൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് ഫുൾ ടൈം പഠിച്ചാൽ മതി. പക്ഷെ നമ്മളെ കാര്യം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് പഠിക്കുകയും വേണം, അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം, കുക്ക് ചെയ്യണം, കുട്ടികളെ കാര്യം നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെ പഠിത്തം നടക്കില്ല. അത് എന്താ പറയുക, ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിട്ട് മാറും. അപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മുടെ ടൈമിനും നമ്മളെ പഠിത്തത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലെ ബാക്കി കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് തലേന്ന് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കണം, ഫുഡിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഞാനിന്ന് ഉച്ചത്തേക്ക് ചോറിന് മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള മീൻ ഞാൻ തലേന്നേ ക്ലീൻ ചെയ്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. മറ്റേത് നമ്മൾ മീനൊക്കെ അന്ന് തന്നെ ക്ലീൻ ചെയ്ത് പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴേക്കും ഒരുപാട് ടൈമാവും. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെക്കും. ഇത് കുട്ടികൾക്ക് കുറച്ചാഴ്ചയിൽ കുറച്ച് സാലഡ് ബാക്കിയുണ്ട്. അപ്പോൾ അത് എനിക്ക് ചോറിന് എടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കിയിട്ട് വെക്കും. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുത്തു. ഇനി ആ ചട്ടിയിൽ തന്നെ ഞാനൊന്ന് മീൻ
പൊരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപ്പേരി കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ ഇതേപോലെ ഞാൻ തലേന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത് പൊരിച്ചെടുക്കണ ഒരു പണിയേ ഉള്ളൂ. മറ്റേത് നമ്മൾ രാവിലെ അതിനെല്ലാം നിന്നാൽ അത് നമ്മളെല്ലാ പണിയും ലേറ്റാവും, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈമും കിട്ടില്ല. ഞാൻ എപ്പോഴും മാക്സിമം എന്താ ചെയ്യുക വെച്ചാൽ മാക്സിമം ടൈം ഞാൻ സേവ് ചെയ്യാൻ നോക്കും. അതായത് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയം ഞാൻ മാക്സിമം പഠിക്കാനാണ് നോക്കുക. കാരണം വീട്ടിൽ വേറെ ഇൻട്രാക്ഷൻ ആരും ഉണ്ടാവില്ല. ഇക്ക ഡ്യൂട്ടിക്ക് പോവും, 8 മണിയാകുമ്പോൾ പോവും, പിന്നെ മക്കളൊരു 10 മണിയാകുമ്പോൾ സ്കൂളിലും പോയാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക റിലാക്സ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ടൈം ഞാൻ കൂടുതൽ പഠനത്തിനാണ് യൂസ് ചെയ്യുക. പിന്നെ ഓരോ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ഈ ക്ലീനിങ് അങ്ങനത്തെ പണികളൊക്കെ ഞാൻ എടുക്കാൻ നിൽക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർക്കുള്ള ഒരു ക്വാളിറ്റി ടൈമും കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്കെൻ്റെ ബാക്കി പണികളും ചെയ്യാം. മറ്റേത് ഞാൻ ഒരു വരുന്ന വരെ ഇങ്ങനെ ഫുള്ള് വീട് നന്നാക്കാനും ക്ലീൻ ചെയ്യാനും അതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിന് തന്നെ ടൈം കാണുള്ളൂ, പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ബാക്കിയുള്ള മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശം റെഡിയായി വന്നു. ഇനിയാണ് മെയിൻ പണി. എന്താണ്, ഇത്രയും നേരം കുക്ക് ചെയ്തതിനുള്ള പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി കിച്ചണൊന്ന് വൃത്തിയാക്കി തുടച്ചിട്ടാൽ കിച്ചണത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റ് പണികൾ, അതായത് അടിച്ചു വാരുക, തുടക്കുക, അലക്കുക, അങ്ങനത്തെ ജോലികളൊന്നും ഞാനിപ്പോൾ ചെയ്യില്ല. ഞാൻ വേഗം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇനി പോയി കുളിച്ച് ഫ്രഷായിട്ട് പഠിക്കാനിരിക്കും. പഠിക്കാൻ ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരം വരെ, അതായത് അവർ വരുന്നത് വരെ എനിക്ക് പഠിക്കാനുള്ളൊരു ടൈമായിട്ടാണ് എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ബ്രേക്ക് എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക് എടുക്കും. അതേപോലെ പ്രയറിന് വേണ്ടി നീച്ചു പോവും, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് പോവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കും. എന്നാലും ഞാൻ ബാക്കി പണികൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ അടിച്ചു വാരുക, തുടക്കുക, അലക്കുക, അതൊക്കെ ഞാൻ എപ്പോഴും അവർ വന്നതിന് ശേഷം ആണ് ചെയ്യുക. അല്ലെങ്കിൽ അവർ വരാനാവണ ഒരു സമയത്ത് പോയിട്ട് ചെയ്യുക. അതുവരെ ഞാൻ ഇരുന്ന് പഠിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ചിലവരുണ്ട് എല്ലാ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് ഇനി പഠിക്കാനിരിക്കാം എന്ന് ചിന്തിക്കുന്നവർ. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ പറ്റുന്ന സാഹചര്യമുള്ളവർക്ക് ഓക്കെ കേട്ടോ. പക്ഷേ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനത്തെ സാഹചര്യമില്ല. കാരണം ഞാനിത് മൊത്തം ക്ലീൻ ചെയ്ത് വീട് ചുരുക്കൂട്ടി നിന്ന് എല്ലാം പണിയെടുക്കാനായിട്ട് നിന്നാൽ എൻ്റെ പഠിത്തം നടക്കില്ല. കാരണം കുട്ടികൾ വരുന്നത് വരെയും എടുക്കാനുള്ള പണി സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ആ പണി എടുക്കൽ മാത്രമേ നടക്കുകയുള്ളൂ, നമ്മളെ പഠിത്തം അവിടെ നടക്കില്ല. നേരെ മറിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ആദ്യം രാവിലെ തന്നെ അങ്ങോട്ട് തീർത്ത് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം കുക്കിംഗ് പെട്ടെന്ന് തീർത്താൽ ചില ദിവസം നേരത്തെ വരും, അപ്പം ചോറ് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കുക ചില ദിവസം. അപ്പം പെട്ടെന്ന് ചോറ് ചോദിച്ചാൽ നമുക്ക് എടുത്തു കൊടുക്കാം. ചോറ് ആദ്യമേ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ. അതേപോലെ ഇപ്പം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വിശപ്പൊന്നി കഴിഞ്ഞാലും എനിക്കും വേഗം പോയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ കുക്കിംഗ് അങ്ങനെ തീർത്ത് വെക്കണത് അതുകൊണ്ടാണ്. പിന്നെ ബാക്കി പണികൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ. അത് രാവിലെ എന്താ പറയുക, രാവിലെ തന്നെ തീർക്കണം എന്നൊന്നുമില്ല, നമ്മളെങ്ങോട്ടും പോകണമൊന്നുമില്ലല്ലോ. അപ്പോൾ സാവധാനം തീർത്താൽ മതി. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് ബാക്കി പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറയുക, അതെ പണികളുടെ കാര്യം. ഞാൻ ഒരു കുട്ടികൾ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, പിന്നെ ഈ അടിച്ചു വാരൽ തുടക്കലൊക്കെ ചെയ്യുക. അപ്പോൾ ചില സമയത്ത് എനിക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പം ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അപ്പോൾ ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചൂലെടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി അകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടും. പിന്നെയും വന്ന് പഠിക്കും. അപ്പം പിന്നെയും എനിക്കൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അകമൊന്ന് തുടച്ചിടും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് തുടക്കാമെന്നുള്ള രീതിയിലേക്ക് ഞാനത് മാറ്റി വെക്കും.
പിന്നെ അലക്കൽ അധികം ഞാൻ വാഷിംഗ് മെഷീനിലാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിടും. അല്ലാത്ത അത് ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതവിടെ വാഷ് ആയിക്കോളുമല്ലോ. അല്ലാത്ത കുട്ടികളെ യൂണിഫോം അതേമാതിരി നമ്മളെ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കല്ലിലാണ് അലക്കുക. അത് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം മക്കൾ വരാനുള്ള ഒരു സമയമാകുമ്പോഴാണ് ഞാൻ അങ്ങനത്തെ പണികൾക്ക് നിൽക്കൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുക, എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് ഇപ്പം എന്താ പറയുക, നമ്മളെല്ലാം ട്രഡീഷണൽ വേയിൽ തന്നെ കുക്കിങ്ങും പിന്നെ ക്ലീനിങ്ങും ഒക്കെ ചെയ്തിട്ട് പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണില്ല. ചില സമയത്ത് നമ്മൾ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ, അതായത് ഇപ്പോൾ ചോറ് വെക്കുന്നത് നമ്മൾ കുറച്ചൊക്കെ ചോറ് മതി, നമുക്കൊരാൾക്ക് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യല്ലേ, അതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കറിയും കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും, കാരണം അത് പിന്നെ 2 നേരം കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോലെ. അതുകൊണ്ട് പിന്നെ ചോറ് ഞാൻ അങ്ങനെ അവർക്ക് വെക്കണേൽ കുറച്ച് എനിക്ക് എടുത്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ വൈകുന്നേരം രാത്രിയാണ് എല്ലാവരും ഫുഡിന് ഉണ്ടാവുക, മക്കളും ഹസ്ബൻഡും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വൈകുന്നേരം ചോറ് മാത്രം ഒന്ന് കുക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ചൈന പോട്ട്, അതന്നെ ചൂടാറാപ്പെട്ടി എന്ന് പറയും, അത് യൂസ് ചെയ്യുക. അധികം നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രശ്നം എന്താ വെച്ചാൽ അത് കുക്കായി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കത് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ തുറന്ന് നോക്കും വേണം. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഉണ്ടാക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ അധികം അതാണ് യൂസ് ചെയ്യുക കേട്ടോ, റൈസ് കുക്കറിൽ. അതായത് നമ്മൾ ഗ്യാസ്മ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ അരി ഇട്ട് കൊടുക്കും. എന്നിട്ട് അരി തിളച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്കൊരു സമയം കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കുക്കായി വരും. അപ്പം നമുക്ക് എടുത്ത് ഊറ്റിയാൽ മതി. പിന്നെ അതെല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും, കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലെ ഒരു ടൈം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം റേഷനരി പോലത്തെ പെട്ടെന്ന് വേവണ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും, ഒരു 20 to 30 മിനിറ്റ് മതി. അതേസമയം നമ്മളെ കുറുവ, അതായത് നല്ല ഹാർഡായിട്ടുള്ള ഒരുപാട് ടൈം വേവാനെടുക്കുന്ന അരിയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പം പെട്ടെന്ന് വേവണ അരിയൊക്കെ അതിൽ ഇറക്കി വെച്ചിട്ട് മറന്നു പോകരുത് കേട്ടോ. പിന്നെ തുറക്കുമ്പോഴേക്ക് അത് കഞ്ഞി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങളിൽ കഞ്ഞി കുടിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നല്ല കൺഫ്യൂഷനായിരുന്നു. ഞാൻ അതിൽ ഇറക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോവും. അപ്പോൾ ഞാൻ പിന്നെ വന്ന് തുറക്കുമ്പോഴേക്ക് അതാകെ നല്ലോണം വെന്ത് ഇതായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ, ചോറയ്ക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ അലാറം വെക്കും. അപ്പോൾ ഞാനധികം പെട്ടെന്ന് വേവണ അരിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റ് മതിയാവും. അപ്പോൾ ഞാൻ ആ 20 മിനിറ്റ് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഫോണിൽ അലാറം സെറ്റ് ചെയ്യും. എന്നിട്ട് അപ്പോൾ അലാറം അടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അത് ഊറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഇതാ ഏകദേശം കഴിഞ്ഞു. എൻ്റെ പാത്രം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി അവിടെയൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവും. എന്നിട്ട് പിന്നെ നിസ്കരിക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവും അപ്പോഴേക്ക്. അപ്പോൾ നിസ്കരിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, പഠിക്കാനിരിക്കും. പിന്നെ എനിക്ക് അങ്ങനെ വിശപ്പ് തോന്നുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം അങ്ങനെ ഒറ്റയ്ക്ക് തിന്നുമ്പോൾ എന്തോ ചില ദിവസങ്ങളിൽ വിശപ്പ് ഉണ്ടാവില്ല, അപ്പോൾ തിന്നൂല. വിശപ്പുണ്ടെങ്കിൽ ചിലപ്പം അപ്പോൾ എടുത്ത് തിന്നും, അങ്ങനെയൊക്കെയാണ്. ചിലപ്പം വൈകുന്നേരം കൊണ്ടുവരാൻ പോകണം സ്കൂളിലേക്ക്. അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോകണം മുന്നേ ആയിരിക്കും ചോറ് തിന്നുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഇതാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പറയാനുള്ളത് ഇതന്നെ, നമുക്ക് ഏതായാലും നമ്മളെന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ഒരു PSC എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ 100% കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളെ നോക്കാനുണ്ട്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, എനിക്ക് മറ്റുള്ളവർ പഠിക്കുന്ന പോലെ പഠിക്കാൻ ടൈം കിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അതിങ്ങനെ നമ്മൾ വെറുതെ പറയാമെന്നല്ലാതെ നാളെ പിറ്റേന്ന് റിസൾട്ട് വരുമ്പം ഈ ഒരു എക്സ്ക്യൂസൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പഠിച്ചോലൊക്കെ ജയിച്ചിങ്ങനെ പോവും, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഞാനും PSC എന്നുള്ളൊരു സ്വപ്നം തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ PSC പഠനവും അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഒരു വ്ളോഗ് പോലെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഡെയിലി എന്താ പറയുക ഷോർട്ട് വീഡിയോ ഇടലുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ PSCൻ്റെ GK പാർട്സ് ഞാൻ
എന്താ ചെയ്യാറുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും. പിന്നെ അത് നമുക്കിങ്ങനെ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതിയിട്ട് ചുമരുമേ നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ വേഗം പഠിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനങ്ങനെ അതിൽ ഷോർട്ട് നോട്ടായിട്ട് ഷോർട്സിൽ ഇടൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല. അപ്പം ഇനി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വരുന്ന വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.